പത്തനംതിട്ട പ്രമാടത്ത് വൈകിട്ട് കടയിലെ പാത്രങ്ങൾ കഴുകി വെച്ച് വീട്ടിൽ പോകാൻ ധൃതി പിടിക്കുകയാണ് വിജയമ്മ. ഇതിനിടെ അപ്രതീക്ഷിതമായി വൈദ്യുതി പോയി. തുടർച്ചയായി വൈദ്യുതി വൈകിട്ട് പോകുന്നതിനാൽ കച്ചവടം തീരെ കുറവാണെന്ന് വിജയമ്മ പറയുന്നു. സന്ധ്യ കഴിഞ്ഞാലാണ് അല്പമെങ്കിലും കച്ചവടം നടക്കുക. മെഴുകുതിരി വെളിച്ചത്തിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കടയടച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണെന്ന് വിജയമ്മ പറയുന്നു. രാത്രി 8:30 മുതൽ 8:55 വരെയാണ് പത്തനംതിട്ട പ്രമാടം ഫീഡറിൽ വൈദ്യുതി ഓഫ് ചെയ്തത്. 25 മിനിറ്റ്. പ്രമാടം എന്ന സ്ഥലത്താണ്. ഇവിടെ 25 മിനിറ്റാണ് ഈ കറണ്ട് ഓഫ് ചെയ്തിടുന്നത്. ഇതിപ്പോൾ ചെറിയൊരു കടയാണ്. ഇവിടെ ഒരു മെഴുകുതിരിയാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ട്. അവർ ചെറിയ കച്ചവടമൊക്കെ നടത്തി ജീവിക്കുന്ന ആളാണ്. ഇല്ലാതെ എങ്ങനെയാണ് സാധനം കൊടുക്കുന്നത്? അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കത്. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടമൊന്നും വെളിച്ചമൊന്നുമില്ല. ഒരൊറ്റ കുഞ്ഞുങ്ങൾ കടയിൽ കയറുന്നില്ല. ഒരു 5 പൈസ കച്ചവടം നടക്കുന്നത് രാത്രിയില്ല, സന്ധ്യ സമയം കഴിഞ്ഞിട്ടാണ്. അത് നമുക്ക് 5 പൈസ വിൽക്കാനൊക്കത്തില്ല. നമ്മുടെ ലൈൻമാൻമാരൊക്കെ ഇതുവഴി പോകുമ്പം അവരോട് ഇതൊക്കെ പറയാറുണ്ടോ? അവരോട് പറഞ്ഞാൽ അവരെന്തോ ചെയ്യാൻ? അവർ പറയുന്നു കറണ്ട് കട്ടാന്ന് പറയും. അരമണിക്കൂർ നേരം കറണ്ട് കട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ വ്യാപാരികൾക്ക് സന്ധ്യ സമയത്തിന് ശേഷം കറണ്ട് പോകുമ്പോൾ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.